ഹലോ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോഴിവിടെ 2-3 ദിവസം കൊണ്ട് കൺവെൻഷൻ നടക്കുകയാണ് കൂട്ടുകാരെ കേട്ടോ. വൈകിട്ടൊക്കെ നല്ല മൈക്കും അനൗൺസ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് വലിയതായിട്ട് എനിക്ക് ഇന്നലെ ഒന്നും വീഡിയോ ഒന്നും ഇടാനൊന്നും പറ്റിയില്ല കേട്ടോ. വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. കുറച്ച് പേരൊക്കെ കാണുന്നുള്ളൂ. സപ്പോർട്ടിന് നന്ദി. ഇന്ന് കുറച്ച് ഇതൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. വീഡിയോ കുഞ്ഞു വിശേഷങ്ങൾ കേട്ടോ. അതൊക്കെ നമുക്കൊന്ന് കാണാൻ പോകാം. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് വീഡിയോ കാണാൻ പോകാം. എല്ലാം ഉണങ്ങി, ചെടിയെല്ലാം ഉണങ്ങി, നമ്മുടെ ചെടിക്കുട്ടന്മാരെല്ലാം ഉണങ്ങി. റോസാപ്പൂ ഉണ്ടോ? മഞ്ഞ റോസാപ്പൂ, നമ്മുടെ മഞ്ഞ റോസാപ്പൂ. മുളക് പഴുത്ത്. നമ്മുടെ റോസാപ്പൂ കണ്ടോ? ക്യാമറ വുമൺ. എനിക്ക് പുതിയൊരാളെ കിട്ടി കേട്ടോ. എനിക്ക് ഇങ്ങനൊരാളെ ആവശ്യമാണ് വീഡിയോ എടുത്തത്. കാണുന്നുണ്ടോ? എന്നെ കാണുന്നുണ്ടോ? എനിക്കറിയത്തില്ല. വീഡിയോ നോക്കട്ടെ. കാണുന്നുണ്ടോ എന്നെ? ഓക്കെ. അതെന്ത് സൺഫ്ലവറാ? സൺഫ്ലവർ അല്ല, അത് ഞങ്ങളുടെ വീട്ടിൽ സൺഫ്ലവർ ഉണ്ട്, കുഞ്ഞത്. ഞാൻ പോലും കാണാത്ത സാധനമാ. ഈ ചെടിയോ? അത് കണ്ടിച്ചു വിട്ടേനാ. മഴ പെയ്യിക്കട്ടെ. കൃത്രിമ മഴ. ഇനിയിപ്പോ പനിയും പിടിച്ച് ആശുപത്രി പോണം. കൃത്രിമ മഴ. ഇനിയിപ്പോ പനിയും പിടിച്ച് ആശുപത്രി പോണം. നീ എനിക്ക് പനി ഉണ്ടാക്കിക്കോ? ഞാനല്ല വെള്ളം ഒഴിക്കുന്നത്. കൃത്രിമ മഴ. കൃത്രിമ മഴ നമ്മള് പെയ്യിപ്പിക്കും കേട്ടാ. പെയ്യിപ്പിക്കട്ടെ. അങ്ങോട്ട് പെയ്യിപ്പിക്കട്ടെ. റോസാപ്പൊക്കെ പൊഴിഞ്ഞു പോകുന്നു. ഒത്തിരി ദിവസം ആയതാണ്. വെള്ളം അങ്ങ് പോയിക്കൊണ്ടിരിക്കുക. വെള്ളം പോയി. നമ്മുടെ ഓമയ്ക്ക് ഞാൻ 3 ഓമയ്ക്ക അടക്കി. ഒരെണ്ണം നമ്മുടെ അണ്ണാൻ കുഞ്ഞുങ്ങളാവുമ്പോ എന്തോ നല്ലൊരു ഹോളാണ്. ഉമ്മരകത്ത് കയറി തുറന്നെടുത്ത് ഞാൻ പായ്ക്കിനിടാൻ വെച്ചിരുന്ന ഓമയ്ക്കാണ്. ഇവന്മാരകത്ത് കയറി തുറന്നെടുത്തു. ഇത് പൊട്ട കേട്ടോ. ഒരെണ്ണം പൊട്ട, ഒരെണ്ണം പഴുത്തതാ. ഇത് കൊള്ളത്തില്ല, പക്ഷെ വലിയ നല്ലതായിരുന്നു. ഇവിടെ ഇരിക്കട്ടെ, നമ്മളെ എടുക്കുന്നില്ല. അത് കുത്തിയിട്ടതാ ഞാൻ. ഇത് പഴുത്ത് വരുന്നു. ഇത് നമുക്ക് കുമ്പഴപ്പനാണ്. ഇത് നമുക്ക് പഴുപ്പിക്കാൻ വെച്ചേക്കാം. ഇത് നമുക്ക് കിളികളൊക്കെ വന്ന് തിന്നാൻ കേട്ടോ. ഇത് നമുക്ക് ഇവിടെ വെച്ചേക്കാം. അവര് തിന്നോട്ടെ. കണ്ടോ ഹോള് കണ്ടോ? ഇങ്ങോട്ട് വന്നു. ആ ഹോളൊന്ന് കാണിച്ച് അതിനകത്ത് കയറിയിരുന്ന അവന്മാര് തിന്നത് കണ്ടോ. അല്ലിക്ക് തെറ്റിക്കാ വേണോ? തെറ്റിക്കാ വേണോ? കയ്പൊന്നില്ലേ? ഇല്ല, നല്ലതാ. തിന്നിട്ടില്ലയോ? ഞങ്ങളുടെ വീട്ടിലില്ല. ഞങ്ങളുടെ വീട്ടിൽ ഇഷ്ടം മാതിരിയോ. എൻ്റെ കൃഷ്ണൻ നായരെ, ഇങ്ങനെ നിന്നാ മതിയോ? രാവിലെ എന്തെല്ലാം പണികൾ കിടക്കുന്നു എൻ്റെ കൃഷ്ണൻ നായരെ.
ഇങ്ങനെ കണ്ണും പൊട്ടി നിന്നാൽ മതിയല്ലോ, ഒന്നും അറിയണ്ടല്ലോ സുപ്പുവിൻ്റെ കാര്യങ്ങൾ. സുപ്പുവിൻ്റെ ചാനൽ എന്തായി ഒന്ന് വൈറലാക്കി തരാൻ എത്ര നാളും കൊണ്ട് പറയുന്നത്. എൻ്റെ കൃഷ്ണൻ നായരെ, എന്നോട് ഒരു സ്നേഹമില്ല എൻ്റെ കൃഷ്ണൻ നായർക്കല്ലേ. ഞാൻ ഇനി വൈറലാകാനാ എൻ്റെ കൃഷ്ണൻ നായരെ? ഇങ്ങനെ കണ്ണും പൂട്ടി അങ്ങ് നിന്നാൽ മതി. ഓടക്കുഴൽ ഓതി ഈ ഓടക്കുഴൽ ഞാൻ അടിച്ചു മാറ്റും കേട്ടോ കൃഷ്ണൻ നായരെ. കേൾക്കത്തില്ല, പറയുന്നൊന്നും കേൾക്കത്തില്ലല്ലോ. എൻ്റെ സങ്കടമൊക്കെ ആരോട് പറയാനാ, ആര് കേൾക്കാനാ? കൃഷ്ണൻ നായർ മാത്രമുണ്ട് ഇവിടെ കേൾക്കാൻ, അല്ലേ കൃഷ്ണൻ നായരെ? നമ്മൾ രണ്ടും മാത്രമുണ്ട് ഇതെല്ലാം കേൾക്കാൻ. കൃഷ്ണൻ നായർക്ക് ദേ നമ്മളിവിടെ രാവിലെ ശംഖുപുഷ്പമൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. ദേ കൊച്ചാൾ ദേ അവിടെ ഇരിക്കുന്നു, വലിയ ആൾ ദേ ഇവിടെ ഇരിക്കുന്നു. അവിടെ നിന്നു, ഒന്നും അറിയണ്ടല്ലോ പാവം ഞാൻ. ദേ ഇവിടെയാണ് കേട്ടോ 3 ദിവസത്തെ കൺവെൻഷൻ. ഇന്ന് തീരും. ഇപ്പോൾ ഒരു ഇതൊക്കെ ഇടും കേട്ടോ, പാട്ടൊക്കെ ഇടും. നല്ല രസം കേട്ടോ, സൂപ്പറാണ് കേൾക്കാൻ. നല്ല അടിപൊളി പാട്ടാണ്. ഇപ്രാവശ്യത്തെ എല്ലാം നല്ല അടിപൊളി പാട്ടായിരുന്നു കേട്ടോ. ഇവരിടുന്നതും പിന്നെ എന്താ പാട്ടുകാരുണ്ടല്ലോ. ദേണ്ടേ ഇതാണ് നമ്മുടെ നേരത്തെ നമ്മുടെ വീട്ടിൽ വെച്ചായിരുന്നു, അതാണ് വീട് കേട്ടോ. വീടും ചർച്ചയെല്ലാം ഒരാളെ തന്നെയാണ്, നമ്മുടെ സ്വന്തം അച്ചായൻ്റെ തന്നെയാണ്. നമ്മൾ ക്യാമറയുടെ നിരീക്ഷണത്തിലാണ് കേട്ടോ ഇപ്പോൾ സുപ്പു. പിന്നെ 42ാമത്തെ കൺവെൻഷനാണ് ഇവിടെ കേട്ടോ. 42ാമത്തെ കൺവെൻഷനാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ഇത്തിരി കഴിയുമ്പോൾ ആൾക്കാരൊക്കെ വരും കേട്ടോ, പാട്ടൊക്കെ ഇടും. മൈക്ക് ദേ ഇരിക്കുന്നു, പോസ്റ്റേലാണ് വെച്ചേക്കുന്നത്. എല്ലാ വർഷം 3 ദിവസത്തെ കൺവെൻഷൻ. ജനുവരി ആദ്യമായിരുന്നു നടത്തുന്നത് കേട്ടോ, പക്ഷേ ഇപ്രാവശ്യം താമസിച്ചു. ജനുവരി എത്ര അച്ചായൻ്റെ ബർത്ത്ഡേ ദിവസമൊക്കെ ആയിരുന്നു കൺവെൻഷനൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്രാവശ്യം ഇച്ചിരി താമസിച്ചു പോയി. ഓക്കേ, ഇതേ ഒരു ചേട്ടൻ കിടന്ന് തൂക്കുന്നു. നമ്മുടെ PA വന്നില്ല കേട്ടോ. ഇന്നലെ എനിക്ക് തൂത്തിട്ടിട്ട് പോയതാ, ഇന്ന് വന്നില്ല. എനിക്ക് വയ്യ കേട്ടോ, ഈ പൊടിയല്ലേ, അങ്ങ് പൊടി ആയതുകൊണ്ടേ തൂക്കാൻ വയ്യ. പാല് വാങ്ങിക്കാൻ പോകുന്നുണ്ട്, നമുക്ക് പാല് വാങ്ങിക്കാൻ സമയമായി. സൊസൈറ്റി പോകുന്നതാ. ആരാണോ പോയത് എനിക്കറിയത്തില്ല. അത് കണ്ട കേട്ടോ, ലൈവിലൊക്കെ വരുമ്പോൾ ഞാൻ മ്യൂട്ടാക്കി വെക്കുന്നത്, സൗണ്ടൊന്നും ഇല്ലാത്തത്. ദേ ഒരു കിളിപ്പെണ്ണി എന്ന് ഭയങ്കര ആലമ്പം. അവൾ ഞാൻ പറയുന്നതിന് അപ്പുറത്താണ് കിടന്ന് പറയുന്നത്. ഭയങ്കര ചിലപ്പ് കേട്ടോ. ദേ സുപ്പുവിൻ്റെ ഓമയ്ക്ക മരം കണ്ടോ, ദേ മേളിൽ കയറി കേട്ടോ നമ്മുടെ ഓമയ്ക്ക. പിന്നെ ഭയങ്കര സന്തോഷമുള്ള ഒരു വർത്താനമുണ്ട്. എന്തുവാണെന്നറിയാവോ? റെമ്പൂട്ടാൻ പൂത്തു, നമ്മുടെ റെമ്പൂട്ടാൻ പൂത്തു. ഇതാണാന്നോ പെണ്ണാന്നോന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഇതാദ്യമായിട്ട് നമുക്ക് എല്ലാം പൂത്തു കേട്ടോ. ആദ്യമായിട്ട് നമുക്ക് ആയതാ കേട്ടോ, പൂത്തതാ. ആണാണോ പെണ്ണാണോ എന്നറിയാൻ വയ്യ. പൂവൊക്കെ ദേ കരിഞ്ഞ് കൊഴിഞ്ഞൊക്കെ പോകുന്നു, അത്രയ്ക്ക് വെയിലല്ലേ. ഇത് നമ്മുടെ റൂമിന് തണുപ്പ് കിട്ടാൻ വേണ്ടി ഞാൻ ഇവിടെ എല്ലാം ദേ റെമ്പൂട്ടാൻ നട്ടത്. ദേ അതും പൂത്തു കേട്ടോ, ഇതും പൂത്തു. ഇത് ആണാന്നോ പെണ്ണാന്നോ നമ്മൾ എങ്ങനെ അറിയും? ആണാണെന്ന് തോന്നുന്നു മുന്നേ പൂക്കുന്നത് അല്ലേ. പെൺമരം ഇപ്പോഴേ പൂക്കത്തില്ലെന്നാണ് സുപ്പുവിൻ്റെ അറിവ്. ഇതെന്നാ ആണാ? എൻ്റെ ഈശ്വരാ, എന്നാൽ ഞാൻ വെട്ടി മുറിച്ച് കളയും. വേണ്ട, തണലിന് വേണ്ടി ഇവിടെ നിർത്താം. പക്ഷെ കരിയിലയാടോ, കരിയില ഭയങ്കര കരിയില കേട്ടോ.